സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തിത്വങ്ങളോടും, ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരോടുമല്ല, കർത്താവിനെ സ്നേഹിക്കുന്നവരോട്, തൻ്റെ നാമത്തിനും തൻ്റെ വചനത്തിനും വില കൊടുത്തു നിൽക്കുന്നവരോട്, യേശുവിനോട് സ്നേഹമുള്ളവരോട് ഞാൻ പറയട്ടെ, എന്ത് വില കൊടുത്തും ഏതറ്റം വരെ പോയാലും കർത്താവ് നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും. ദൈവം നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കും. ദൈവം നിങ്ങളെ നിങ്ങളുടെ ഡെസ്റ്റിനിയിലേക്ക്, നിങ്ങളുടെ വാഗ്ദത്വത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കും. അതിന് അവൻ നടക്കാൻ തയ്യാറാണ്, അതിന് അവൻ ഓടാൻ തയ്യാറാണ്, അതിനവൻ പ്രവർത്തിക്കാൻ തയ്യാറാണ്, അതിന് അവൻ ആകാശം ചായിച്ച് ഇറങ്ങി വരാൻ തയ്യാറാണ്. ഇന്ന് പകലിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതാണ് ഹോശേയയുടെ പ്രവചന പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എൻ്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ക്യാൻസറും ട്യൂമറും മാത്രമല്ല യേശു സൗഖ്യമാക്കുന്നത്. അസ്ഥിയുടെ വേദന, തലവേദന, കാഴ്ചക്കുറവ്, കേൾവിയില്ലായ്മ മാത്രമല്ല യേശു സൗഖ്യമാക്കുന്നത്. ചില പിന്മാറ്റങ്ങളെ അവൻ ചികിത്സിച്ച് സൗഖ്യമാക്കും. ജീവിതത്തിൽ എവിടെങ്കിലും പ്രാർത്ഥനയിൽ നിന്നോ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിന്നോ ഈ പ്രത്യേകമായ ചില സാഹചര്യങ്ങൾ നിമിത്തം, നിങ്ങൾ പ്രതീക്ഷിച്ചത് ചിലത് നടക്കാത്തത് നിമിത്തം, നിങ്ങൾ ആശിച്ച കാര്യം സംഭവിക്കാത്തത് നിമിത്തം, നിങ്ങളുടെ ഹൃദയത്തിലെ പ്രയാസം നിമിത്തം, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്ന നിമിത്തം ദൈവത്തിൽ നിന്ന് പുറകിലേക്ക് പോയെങ്കിൽ, അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പുറകിലേക്ക് പോയെങ്കിൽ, പരിശുദ്ധാത്മാവ് ഹോശേയയുടെ പ്രവചന പുസ്തകം 14-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ അവരോട് പറയുന്നു, മോനെ മോളെ, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. ഇന്ന് പകൽ എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു ഹീലിംഗ് വേണം, എനിക്ക് അങ്ങനെ ഒരു സൗഖ്യം വേണം. കർത്താവേ, നിന്റെ കോപം എൻ്റെ മേൽ നിന്ന് വിട്ടുമാറിയിരിക്കാൻ നിന്റെ സ്നേഹം എനിക്ക് ആഴമായിട്ട് അനുഭവിക്കണം. എൻ്റെ പിന്മാറ്റം മാറട്ടെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വന്ന തകർച്ചകൾ, വീഴ്ചകൾ മാറട്ടെ. അങ്ങയുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ അകന്നു പോയത് എൻ്റെ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ആരാധനയുടെ പട്ടണമായ ജെറുസലേം വിട്ട് ഗ്രാമമായ എമ്മൗസിലേക്ക് നടന്നു നീങ്ങിയ എൻ്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ. ജെരമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്യാഗികളായ മക്കളെ, മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം. ഹോശേയയുടെ പ്രവചനത്തിൽ ഹോശേയ പറയുകയാണ്, ദൈവം അവരെ അറിയിക്കുകയാണ്, ഞാൻ നിന്റെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കാം. ഹല്ലേലൂയ. നമ്മൾ ഇതുവരെ മറ്റു പല ഹീലിങ്ങുകളെ കുറിച്ചും സൗഖ്യങ്ങളെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കർത്താവിന് ക്യാൻസർ മാറ്റാൻ മാത്രമല്ല, കണ്ണു തുറക്കാൻ മാത്രമല്ല, ചെവി കേൾപ്പിക്കാൻ മാത്രമല്ല, ഊമരെ സംസാരിപ്പിക്കാൻ മാത്രമല്ല, പാപത്തിലേക്ക് വഴിതെറ്റിപ്പോയ നിന്റെ പിന്മാറ്റത്തെയും അവന് ചികിത്സിച്ച് സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രവചന പുസ്തകത്തിൽ തന്നെ അതിന്റെ 2-ാം അധ്യായം 2-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ എന്നെ അനുഗമിച്ചു നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തിയും വിവാഹം നിശ്ചയിച്ച കാലത്തിലെ സ്നേഹവും ഞാൻ ഓർക്കുന്നു. സഭയെ, എൽഷദായ് ചർച്ചിനോട്, ഇന്നെന്നെ കാണുന്ന വിശ്വാസ സമൂഹത്തോട് ഈ വാക്യത്തിൽ നിന്ന് കർത്താവ് സംസാരിക്കുന്നു. നീ എന്നെ അനുഗമിച്ച് നടന്ന നിന്റെ യൗവനത്തിലെ ഭക്തി, നിനക്ക് ഞാൻ വിവാഹം നിശ്ചയിച്ച കാലത്തെ നിന്റെ സ്നേഹം ഞാൻ ഓർക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം വ്യക്തമാക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സഭയോട് കർത്താവ് പറയുന്നു, നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് എനിക്ക് നിന്നെ കുറിച്ച് പറയാനുണ്ട്. ജെരമ്യ കുറച്ചും കൂടെ ആഴമായിട്ട് രേഖപ്പെടുത്തുന്നു. ഇത് ദൈവം ജെരമ്യായോട് പറയുന്നു, യഹോവയാണ് അരുളി ചെയ്യുന്നത്. എന്താണ് അവന്റെ അരുളപ്പാട്? നീ എന്നെ അനുഗമിച്ചൊരു സമയമുണ്ട്. മനസ്സിലാകുന്ന ഭാഷ പറയാം, നീ രക്ഷിക്കപ്പെട്ട സമയം, നീ സ്നാനപ്പെട്ട സമയം, കർത്താവിനെ അറിഞ്ഞ സമയം,
യേശുവിലേക്ക് വന്ന സമയം, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച സമയം, ദൈവത്തോട് ഉടമ്പടി ചെയ്ത് ഒരു മണവാട്ടിയായി മണവാളനായ ക്രിസ്തുവിനോട് ഉടമ്പടി ചെയ്തൊരു സമയമുണ്ട്. അങ്ങനൊരു കാലം നിങ്ങൾക്കുണ്ട്, അങ്ങനൊരു കാലം എനിക്കുണ്ട്. ദൈവം പറയുന്നു, നീ എന്നെ അറിഞ്ഞ കാലം, നീ എന്നെ അനുഗമിച്ച കാലം, നിന്റെ യൗവന പ്രായത്തിൽ നീ എന്നോട് കാണിച്ച സ്നേഹം, നിന്റെ ഭക്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ സ്നേഹത്തിലേക്ക്, ആ ഭക്തിയിലേക്ക് ഒരു മടങ്ങിവരവ് നിനക്കുണ്ടാകണമെന്ന് തിരുവെഴുത്തിൽ നിന്ന് വ്യക്തമാക്കുകയാണ്. അത് കുറച്ചും കൂടെ ക്ലിയർ ആകും 21-ാമത്തെ വാക്യത്തിൽ. 21-ാം വാക്യം നോക്കിയേ. ഞാൻ നിന്നെ വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ല തൈയായി തന്നെ നട്ടിരിക്കെ നീ എനിക്ക് കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നിരിക്കുന്നത്. ഞാൻ നിന്നെ വിളിച്ചു ഓർതിരിച്ചപ്പോൾ, ഞാൻ നിന്നെ നട്ടപ്പോൾ, നീ രക്ഷിക്കപ്പെട്ടപ്പോൾ, ദൈവകൃപയിലേക്ക് വന്നപ്പോൾ, കുഞ്ഞെ, മോനെ, മോളെ, സഹോദര, സഹോദരി, ദൈവം നിന്നോട് പറയുന്നു, നിന്നെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി നല്ലൊരു തൈയായിട്ടാണ് നട്ടത്. നിന്നിൽ നിന്ന് ഒരുപാട് ഫ്രൂട്ടുകൾ, ഫലം ഞാൻ പ്രതീക്ഷിച്ചു. നീ എങ്ങനെ കാട്ടുമുന്തിരിയായി എന്ന് ദൈവം ചോദിക്കുന്നു. നിന്നെ ഒരു വിശിഷ്ട മുന്തിരിവള്ളിയായി, നല്ലൊരു തൈയായി നിന്നെ ഞാൻ നട്ടിരിക്കെ നീ കാട്ടുമുന്തിരിവള്ളിയുടെ തൈയായി തീർന്നത് എങ്ങനെയെന്ന് ദൈവം ചോദിക്കുമ്പോൾ, നിന്റെ യൗവനത്തിലെ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്കും ദൈവത്തോടുള്ള ഭക്തിയിലേക്കും ഉടമ്പടി ചെയ്ത കാലഘട്ടത്തിൽ, ദൈവത്തെ അറിഞ്ഞ കാലഘട്ടത്തിൽ, അവനെ അനുഗമിച്ച കാലഘട്ടത്തിൽ, ആത്മനിറവ് പ്രാപിച്ച കാലഘട്ടത്തിൽ വെളിപ്പെട്ട ദൈവഭക്തിയിലേക്കും വിശ്വാസത്തിലേക്കും ഇന്ന് പകൽ മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനം ദൈവം തന്റെ സഭയ്ക്ക് തരുന്നു. അതെ, ഇതാ കർത്താവ് ഈ വചനം കേൾക്കുന്ന ചിലരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു.